ജീവനെ പോലെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്ന മനുഷ്യനാണ് പെട്ടെന്നാണ് ഞങ്ങളുടെ ഇടയിലോട്ട് സൈലൻസ് കയറി വന്നത്. ഞങ്ങളുടെ പ്രണയം നഷ്ടമായി പോയത്. നഷ്ടപ്പെട്ട ഞങ്ങളുടെ പ്രണയം ഞങ്ങളുടെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? എൻ്റെ ഭർത്താവിന് എൻ്റെ അടുത്തുള്ള ആ സ്നേഹം വീണ്ടെടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇനിയും ആ ഒരു മധുരമുള്ള കാലം ഞങ്ങളുടെ ജീവിതത്തിലോട്ട് വരുമോ? ഒത്തിരിയേറെ മെസ്സേജസ് ഇതുപോലെയുള്ളത് എനിക്ക് വരാറുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനാണ് ഇന്ന് ഞാൻ ശ്രമിക്കുന്നത്. എൻ്റെ കുഞ്ഞറിവിൽ എന്നെ കൊണ്ട് പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഏതൊക്കെയാണ് റെഫറൻസ് എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആ റെഫറൻസ് ഒക്കെ വേണമെങ്കിൽ പോയി നോക്കാം കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയിട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. ആദ്യത്തെ കാര്യം ഇതാണ്, ഡോപ്പമിൻ. നമ്മളെപ്പോഴും പറയുന്ന ഒരു സാധനമാണ് അല്ലേ, ബ്രെയിനിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള ഡോപ്പമിനെ പ്രണയം ഉണ്ടാക്കുന്ന കാര്യത്തിൽ വളരെ വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. അതായത് നമ്മൾ പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ ഉണ്ടാകുന്ന അട്രാക്ഷൻ, അതുപോലെ ആരെങ്കിലും നമുക്കൊരു മോട്ടിവേഷൻ തരുന്ന സമയത്ത് നമ്മുടെ അടിവയറ്റിലൊരു മഞ്ഞ് പെയ്യുന്ന കുളിര്, ആ സാധനമൊക്കെ നമ്മുടെ ലൈഫിൽ ഈ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നുണ്ട്. ഇതും നമ്മുടെ ഭർത്താവും തമ്മിൽ എങ്ങനെയാണ് കണക്ട് ആവുന്നതെന്ന് വെച്ചാൽ, പുള്ളിക്ക് നമ്മളോട് പണ്ടുണ്ടായിരുന്ന ഒരു പ്രണയം ഉണ്ടല്ലോ, ആ സമയത്ത് പുള്ളിയുടെ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പുള്ളിയുടെ ഉള്ളിൽ ഈ പറയുന്ന പ്രണയമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കുറേ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്, തലച്ചോറിൽ നടക്കുന്ന കുറേ സാധനങ്ങൾ. അതിൽ പറയുന്നതാണ് ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, അങ്ങനത്തെ കുറേ, അതായത് കുറച്ച് ഹോർമോൺസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ കണക്റ്റ് ആയിട്ടാണ് ഈ പറയുന്ന ലവ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രണയിക്കുന്ന സമയത്ത് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? നിങ്ങളെ കണ്ട സമയത്ത് ഒരു അട്രാക്ഷൻ, അത് ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, എന്ത് കണ്ടിട്ടാണ് അവളെ പ്രേമിച്ചേ, അങ്ങനെ അവൾ ചോദിക്കാറില്ലേ? നേരെ തിരിച്ചും ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങളെ കാണുന്ന സമയത്ത് മറ്റൊരാളുടെ കണ്ണിൽ നിങ്ങൾ ഭയങ്കര സുന്ദരിയൊന്നും അല്ലെങ്കിലും നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കണ്ണിൽ നിങ്ങൾ ഭയങ്കര സുന്ദരിയായിട്ട് തോന്നിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മുടിയായിരിക്കാം, കണ്ണായിരിക്കാം, മൂക്കായിരിക്കാം, എനിത്തിങ്. അപ്പോൾ നിങ്ങളതിനെ കണ്ട സമയത്ത് ആൾക്ക് തോന്നിയിട്ടുള്ള ഒരു അട്രാക്ഷനിൽ ആളുടെ ശരീരത്തിലുണ്ടാവുന്ന ഹോർമോൺസ് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ കുറച്ചധികം കാലം എങ്ങനെ നീണ്ടു നിന്നിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ തമ്മിലുള്ള ഹഗ് ഉണ്ടാവുന്നു, കിസ്സിങ് ഉണ്ടാവുന്നു, ടച്ചിങ് ഉണ്ടാവുന്നു, റിലേഷൻഷിപ്പിലോട്ട് മാറുന്ന, ഈവൻ കല്യാണം കഴിക്കുന്ന, സെക്സ് ആവുന്ന, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഈ പറയുന്ന ലവ് ഹോർമോൺസ് അല്ലെങ്കിൽ ഹാപ്പി ഹോർമോൺസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച് പ്ലഷർ അതിൻ്റെ പീക്കിൽ കൊണ്ടെത്തിക്കും. ഇൻഫാക്റ്റ് നമ്മുടെ അടുത്ത് ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ഐഷ, പ്രണയിക്കുന്നവർ ഇങ്ങനെ ഒളിച്ചോടി പോകുന്നുണ്ടല്ലോ, നമ്മൾ അത്രമാത്രം ജീവനോളം കരുതുന്ന പാരൻസിനെയൊക്കെ വിട്ടിട്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഡ്രഗ്സിനേക്കാൾ അഡിക്ഷൻ പ്രണയത്തിന് കൊണ്ടുവന്ന് തരാനായിട്ട് പറ്റും. നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്ന വ്യക്തികൾ നമ്മളെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ, ഒരാളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്രമാത്രം പ്രണയിച്ച ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിങ്സിൽ ഒന്ന് ഇതായിരിക്കും, നിങ്ങൾക്ക് ശ്വാസം കിട്ടില്ല. എപ്പോഴെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും, ശ്വാസം എടുക്കാനായിട്ട് പറ്റില്ല, ഒരു ബ്രെത്ത് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവും. അതിന് നിങ്ങളുടെ തലച്ചോറ് നിങ്ങൾക്ക് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും, കരയേ പറഞ്ഞിട്ട്. പക്ഷെ നമ്മുടെ ബോഡി അതിനനുസരിച്ച് റിയാക്ട് ചെയ്യില്ല. കണ്ണീര് വരില്ല, അല്ലെങ്കിൽ നമുക്ക് കരയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു സ്ക്രീമിങ് ആയിരിക്കും, വല്ലാണ്ട് ഒച്ചയിടലായിരിക്കും. അപ്പോൾ പോലും ചിലപ്പോൾ നമ്മൾ അങ്ങനെ കരഞ്ഞിട്ടുണ്ടാവും, അപ്പോൾ പോലും ചിലപ്പോൾ കണ്ണുനീര് വരില്ല. അതായത് തലച്ചോറിൻ്റെ കമാൻഡ്സ് നമ്മുടെ ബോഡി ആക്സെപ്റ്റ് ചെയ്യാത്തൊരവസ്ഥയിലോട്ടൊക്കെ നമ്മളതിനെ എത്തിക്കാനായിട്ട് ഈ പറയുന്ന പ്രണയത്തിനെ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും പ്രണയം ഭ്രാന്തം തന്നെയാണ്, മത്ത് പിടിപ്പിക്കുന്ന ഒരു സാധനം തന്നെയാണ് ഈ പ്രണയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രണയം ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റേജസ് ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു പീക്കിൽ എത്തിക്കഴിയുമ്പോൾ, ഏതൊരു സാധനവും അതിൻ്റെ പീക്കിലെത്തുന്ന സമയത്ത് അതിൻ്റെ ഡീഫോൾട്ട് ആയിട്ടുള്ളൊരു സാധനമാണ് ലോ ഓഫ് ഡിമിനിഷിങ് യൂണിറ്റ് എന്ന് പറയും. അതായത് സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തിലെത്തി, പീക്കിലെത്തി നമ്മുടെ പ്രണയം എന്ന് പറയുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പിന്നെ ഇതിങ്ങനെ ഡിമിനിഷ് ചെയ്ത് കുറഞ്ഞു വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഈ കുറഞ്ഞു വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ പീക്കിൽ നിർത്താൻ വേണ്ടി കോൺഷ്യസ് എഫേർട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഈ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലൂടെയാണ്, പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ആളും ഓക്കെയാണ്, പക്ഷേ എന്തോ എല്ലാം ഒരു ചടങ്ങായി മാറുന്നു, ദാമ്പത്യ ജീവിതത്തിൽ എല്ലാം ഒരു ചടങ്ങായി മാറുന്നു, ഈ ഒരു മടുപ്പിക്കൽ വരുന്നു എന്നുള്ളൊരു സാഹചര്യം ഒട്ടുമിക്ക എല്ലാവരും ഈ ഒരു ഫ്രീസ് ടൈം അനുഭവിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത്? റിലേഷൻഷിപ്പ് ഫ്രീസായി നിൽക്കുന്ന കഥ പറഞ്ഞപ്പോഴാണ് എൻ്റെ കെട്ടിയൻ എന്നോട്, നീ ഒന്ന് ഫ്രീസായി നിൽക്കുന്നു പറഞ്ഞിട്ട് ഇതേനെ ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ടോ. അപ്പോൾ ഞാനൊന്ന് ഫ്രീസാക്കി കൊടുത്താണ് ആൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ ബാക്കി തുടരാം. അപ്പോൾ ഇത് തുടരണം, അതായത് ഈ ഫ്രീസായി നിൽക്കുന്ന അവിടെ നിന്ന് നമ്മുടെ പ്രണയം നമുക്ക് ക്യാച്ച് ചെയ്ത് തിരികെ പിടിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത്, ചിലപ്പോൾ ഫസ്റ്റ് പുള്ളിയായിരിക്കും ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാരീഡ് ലൈഫ് ഒന്ന് ഓക്കെ ആവാനായിട്ട് ചിലപ്പോൾ ഹസ്ബൻഡായിരിക്കും ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളായിരിക്കും, ആരാണെങ്കിലും കുഴപ്പമില്ല. പഠനങ്ങൾ പറയുന്നത് നിങ്ങളോട് ചെറിയൊരു അട്രാക്ഷനുള്ള, ചെറിയൊരു താല്പര്യമുള്ള ഒരു വ്യക്തിനെ നിങ്ങൾക്ക് പ്രണയത്തിൽ വളച്ചു വീഴ്ത്താൻ പറ്റുമെന്നാണ്. അപ്പോൾ നമ്മൾ പറയില്ലേ, പ്രണയത്തിലാവുന്നതും പ്രണയിച്ച് വലയിൽ വീഴ്ത്തുന്നതും രണ്ടും രണ്ടാണ്. അപ്പോൾ കെട്ടിയന്മാർ തന്നെ പ്രണയത്തിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വളച്ച് വീഴ്ത്തുക എന്നല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല
അല്ലേ. അപ്പോൾ 2 ചോയ്സ് ഉള്ളത്, ഒന്ന് ടോക്സിക് റിലേഷൻഷിപ്പ് വേണോ വേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. രണ്ടാമത്തേത് ടോക്സിക് ഒന്നും അല്ല, ആളിങ്ങനെ ഇഗ്നോർ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ പുള്ളിനെ വിളിച്ച് വീഴ്ത്തൽ മാത്രമേ നടക്കുള്ളൂ. അപ്പം നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യം എന്താ വെച്ചാൽ, ഫസ്റ്റ് ആൾ നമ്മളതിനെ നോക്കണം. നോക്കിയാലല്ലേ ഈ ഡോപ്പമിനൊക്കെ ഉണ്ടാവുള്ളൂ, സ്പാർക്ക് വേണ്ടേ. അപ്പോൾ ആൾ നമ്മളതിനെ എപ്പോഴും കാണുന്ന ഒരു കോലത്തിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ആൾക്ക് എന്തെങ്കിലും ഒരു സ്പാർക്ക് വരുമോ? വരാനുള്ള ചാൻസ് ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? സ്പാർക്ക് ഉണ്ടാവുന്ന രീതിയിൽ നമ്മുടെ സെൽഫ് കെയർ സ്റ്റാർട്ട് ചെയ്യണം. എന്നും ചെയ്യുന്നതിനേക്കാൾ വിപരീതമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ എന്തെങ്കിലും ഫേസിൽ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്ത് നോക്കാം, വല്ല മേക്കപ്പ് ഇട്ട് നോക്കാം. മേക്കപ്പ് മീൻസ് മിനിമൽ മേക്കപ്പ് ഇട്ടോ, ഒരുപാട് മേക്കപ്പ് ഒന്നും ഒട്ടുമിക്ക ആണുങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ല. ഒരു മിനിമൽ മേക്കപ്പ് ഒക്കെ വേണമെങ്കിൽ ഇട്ട് നോക്കാം. ഡ്രസ്സിങ് സ്റ്റൈല് മാറ്റാം. സാധാരണ കോട്ടൺ മാക്സി അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബനിയൻ്റെ അല്ലെങ്കിൽ സാറ്റിൻ്റെ ഒക്കെ നെറ്റിയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനത്തെയൊക്കെ ചേഞ്ചസ് നമ്മൾ വരുത്തുന്ന സമയത്ത് ഇവളിപ്പോൾ എന്താ, അതായത് പുള്ളി ഓൾറെഡി ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുകയാണ്, പക്ഷെ നിങ്ങളാണെങ്കിൽ ഭയങ്കര ഒരുക്കമാണ്. അപ്പം തന്നെ പുള്ളി നിങ്ങളെന്നെ നോക്കാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിന്ന് നിങ്ങൾക്ക് പിന്നെ നെക്സ്റ്റ് ഡോപ്പമിൻ ഉണ്ടായി ആൾക്ക് നിങ്ങളോടൊരു അട്രാക്ഷൻ ഉണ്ടാവുന്ന, നിങ്ങളുടെ കൂടെ ഒരു മിനിമം എഫേർട്ട് ആളുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ പിന്നെ ഈ തിരമാലയ്ക്കിൻ്റെ പോലെ ആവണം നമ്മൾ. അതായത് തിരമാല എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു സ്റ്റെപ്പ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളിലോട്ട് ഇങ്ങനെ വന്ന് തഴുകിയിട്ട് അങ്ങോട്ട് പോകും അല്ലേ. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ബാക്കിലോട്ട് വയ്ക്കുമ്പോൾ കുറച്ചും കൂടെ കയറി വന്നിട്ട് തഴുകിപ്പോവും. അപ്പോൾ അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? പുള്ളിക്ക് തഴുകാൻ വേണ്ടി നമ്മൾ നിന്ന് കൊടുക്കണം. പുള്ളി അത് തഴുകി കഴിഞ്ഞാൽ നമ്മളൊരു പൊടിക്ക് ബാക്കിലോട്ട് നിൽക്കുക. ആ ഒരു അവസ്ഥ അവൈലബിൾ ആയിരിക്കണം. എന്നാൽ പിന്നെ മൂപ്പര് നിങ്ങളുടെ അടുത്തേക്ക് ഒരുപാട് അട്രാക്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരുപാട് ഇനീഷ്യേറ്റീവ് എടുത്ത് വരുന്ന സമയത്ത് ലിമിറ്റിന് മാത്രം കൊടുക്കുക. പണ്ട് നമ്മൾ അങ്ങനെയല്ലല്ലോ. പണ്ട് നമ്മൾ ആക്രാന്തം കാണിച്ച് പറയാ പോലെ, നിങ്ങൾ എൻ്റെ അടുത്തൊന്നും ഉണ്ട്, ഒന്ന് പ്ലീസ് എൻ്റെ അടുത്തൊന്നും സംസാരിക്കുക, നിങ്ങൾ എന്താ ഇപ്പോൾ സംസാരിക്കാത്ത, ആ ജാതി സാധനം കൊണ്ട് പോകും. ഇപ്പോൾ നമ്മൾ ആ സാധനം കൊണ്ട് പോകാറില്ല. ആൾ നിങ്ങളോട് സംസാരിക്കാൻ വരുന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ആൾക്ക് നമ്മൾ പറയില്ലേ, പുട്ടിന് ആവശ്യത്തിന് മാത്രം നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. ആ ഒരു അവസ്ഥയിൽ നിങ്ങളതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ക്വാളിറ്റി ടൈം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ആൾ കുറച്ചും കൂടെ നിങ്ങളിലോട്ട് അടുക്കുന്ന സമയത്താണ് ഈ മൂന്നാമത്തെ സ്റ്റേജ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ക്വാളിറ്റി ടൈം അല്ലെങ്കിൽ ടുഗദർ ആയിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് കണ്ടെത്തുക. രാവിലത്തെ മോർണിംഗ് വാക്ക് ആയിരിക്കാം. ഇപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനും കൂടെ ചെയ്യുന്ന ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഹസ്ബൻഡും മോനും കൂടെ സുബഹിക്ക് പോകുന്ന സമയത്ത് ഞാൻ അവരെ കൂടെ പോകും. തിരിച്ചു വരുന്ന സമയത്ത് ഞാനും ഹസ്ബൻഡും നടന്നു വരും. ഓക്കെ. അപ്പോൾ നമ്മൾ നടന്നു വരുന്ന സമയത്ത് താഴെ വിജനമായ റോഡായിരിക്കും, റോഡിൽ ഒരു മനുഷ്യൻ്റെ കുട്ടി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എൻ്റെ മോനെ ആ സ്കൂട്ടർ കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് കൊണ്ടു വയ്ക്കാൻ പറയും. അവൻ ഡ്രൈവ് ചെയ്യട്ടോ. പക്ഷേ അവന് ലൈസൻസ് എടുക്കാനുള്ള പ്രായമാവാത്തതും നമ്മൾ മെയിൻ റോഡ് കൊടുക്കാത്തതാണ്. അപ്പോൾ ഉള്ളിലത്തെ വഴിയിൽ നമ്മൾ ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലത്ത് മോൻ്റെ അടുത്ത് വണ്ടി കൊടുത്തിട്ട് ഞാനും ഹസ്ബൻഡും പാടെ അവിടെ നിന്ന് താഴ്ഭാഗം വരെ, ആളെത്തുന്ന ഭാഗം വരെ നമ്മൾ നടന്നു വരും. ആ സമയത്ത് നമ്മൾ ഓട്ട മത്സരം നടത്തും, ചാടും, കുറേ കൂടെ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് നടക്കും, കുറേ തമാശകൾ പറയും, കുറേ ചിരിക്കും. ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് കൂടി വരാനുള്ള ചാൻസ് ആണ്. പിന്നെ മെയിൻലി ടച്ചിന് നമ്മൾ നേരത്തെ പറഞ്ഞ ഹോർമോണൽ റിലീസിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ ടച്ച് ചെയ്യുക, കിസ് ചെയ്യുക, ഹഗ് ചെയ്യുക, ഇതൊക്കെ ഭയങ്കരമായിട്ട് നിങ്ങളിങ്ങനെ ക്രാഡിൽ ചെയ്ത് കിടക്കുക, ഉറങ്ങുന്ന സമയത്ത് ഹസ്ബൻഡിൻ്റെ നെഞ്ചത്ത് കിടക്കുക, ഇതൊക്കെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇങ്ങനെ അഗാധമാക്കി കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുക. കാരണം ഒരുപാട് ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്ന ഒരു ഹസ്ബൻഡിൻ്റെ അടുത്ത് പെട്ടെന്ന് പോയിട്ട് എല്ലാം പാടെ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ഇങ്ങേർക്ക് ഇതൊന്നും ആക്സെപ്റ്റബിൾ ആവുന്ന ഒരു അവസ്ഥയിലായിരിക്കില്ല. കാരണം ആളുടെ ഒരു കംഫർട്ട് സ്പേസിലായിരിക്കും ആളിപ്പം നിലവിൽ നിൽക്കുന്നുണ്ടാവുക. മേ ബി ആൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ എന്നുള്ളത് കൂടെ നോക്കണം കേട്ടോ. അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവ്സ് എടുക്കാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു അവസരം ആൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളിൽ നിങ്ങൾ പരാതി പറയുന്നതിന് പകരം നമ്മുടെ ലൈഫ് വീണ്ടും നമ്മൾ തിരിച്ചു പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ, നമ്മുടെ ലൈഫ് നമ്മൾ വീണ്ടും ആസ്വദിക്കാൻ തുടങ്ങിയില്ലേ, നമ്മുടെ ലൈഫ് വീണ്ടും കളറായില്ലേ, അങ്ങനത്തെ തരത്തിൽ, അതായത് പോസിറ്റീവായിട്ട് നിങ്ങൾ ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങളിപ്പോൾ വീണ്ടും പഴയ പോലെ ആവുന്നുണ്ട്, നിങ്ങളിപ്പോൾ വീണ്ടും എന്നെ നന്നായിട്ട് സന്തോഷിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വീണ്ടും കളറായിട്ട് വരുന്നുണ്ട്, നിങ്ങളൊരു അടിപൊളി കെട്ടിയനാവുന്നുണ്ട്, നിങ്ങൾ സൂപ്പർ വാപ്പയാവുന്നുണ്ട്. ആ രീതിയിലുള്ള കോൺവെർസേഷൻസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹസ്ബൻഡിന് കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ നിന്നാണോ, ഫ്രണ്ട്സ് ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നാണോ, എവിടെ നിന്ന് പ്രശ്നങ്ങൾ വരികയാണെങ്കിലും ഓപ്പൺ അപ്പ് ആവുക. ഭർത്താവിൻ്റെ അടുത്ത് ലോയൽ ആയിട്ടിരിക്കുക, ഓപ്പൺ അപ്പ് ആവുക. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സുഹൃത്തുക്കളുള്ളതോ റിലേറ്റീവ്സ് ഉള്ളതോ അല്ലെങ്കിൽ മറ്റുള്ളതോ ഒന്നും ഒരു ട്രസ്റ്റബിൾ ആണ്, നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ട്രസ്റ്റ് വർത്തി ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക ഹസ്ബൻഡിനും അത് പ്രശ്നമാവില്ല. ഇത് ഇടയിൽ കയറിയിട്ട് പ്രശ്നം കയറി വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ സ്ത്രീകളുടെ പോലെയല്ല. കാരണം സ്ത്രീകൾക്ക് പുരുഷന്മാരെ എപ്പോൾ വേണമെങ്കിലും സംശയം തോന്നാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം പുരുഷന്മാർ ആ ഒരു രീതിയിൽ പടച്ച സൃഷ്ടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ നോട്ടത്തിൽ പ്രശ്നം വരാൻ ചാൻസസ് ഉണ്ട്, ഇവരുടെ പെരുമാറ്റത്തിൽ പ്രശ്നം വരാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഈ പറയുന്ന പൊസസീവ്നെസ്സും സംശയങ്ങളും ഒക്കെ പെട്ടെന്ന് കയറി വരും. പക്ഷെ പുരുഷന്മാർക്ക് അങ്ങനെ ആയിരിക്കില്ല. കാരണം സ്ത്രീകൾ ഓൾവേസ് ഒരു സട്ടിൽ ക്യാരക്ടർ ആയിരിക്കും. ഇനിയിപ്പോൾ അവർ എത്ര തന്നെ കളിച്ചാലോ തമാശ പറഞ്ഞാലോ അല്ലെങ്കിൽ കുറച്ച് അടുത്ത് ഇടപഴകിയാലൊന്നും ഒരു അന്യപുരുഷൻ്റെ അടുത്ത് വേറൊരു റിലേഷൻഷിപ്പിലോട്ടൊന്നും അത്ര പെട്ടെന്നൊന്നും പെണ്ണുങ്ങൾ പോകില്ല. അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് സ്ത്രീകളോട് ഭാര്യമാരോട് ഒരു ട്രസ്റ്റ് ഉണ്ടാവും.
ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന തരത്തിൽ നിങ്ങൾ അയാളോടൊരു വഞ്ചന ചെയ്യാത്തടത്തോളം നിങ്ങളൊരു ലോയൽ ആയിട്ടുള്ള വൈഫാണെന്നുള്ള ഒരു ധാരണ ആൾക്ക് ഉള്ളിടത്തോളം ആൾ ഓക്കെ ആയിരിക്കും. അപ്പോൾ പുള്ളി നിങ്ങളെ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ടോ അത്രമാത്രം വിശ്വാസം നിങ്ങൾ പുള്ളിക്കും കൊടുക്കുക. അതായത് ആളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് തെളിവ് സഹിതം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തടത്തോളം കാലം നിങ്ങൾ ആലോചിച്ച് കൂട്ടിയ ഒരു മണ്ണാങ്കട്ടയും തലയിലെടുത്ത് വെക്കാതിരിക്കുക. ആൾ നിങ്ങളോട് മിണ്ടാണ്ടിരിക്കുമ്പോഴേക്കും ഇയാൾക്ക് വേറെ എവിടെയോ എല്ലാ അവിഹിതം മുന്നേ ഒരു അവിഹിതമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നൽ തെറ്റില്ല. പക്ഷേ അതൊന്നും ഇല്ലാതെ തന്നെ ആൾ ഭയങ്കര ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, എന്നിട്ട് പോലും നിങ്ങളുടെ ഉള്ളിൽ എന്നോടല്ലാണ്ട് വേറെ ആരോടോ എന്തോ ഒരു ഡിങ്കോൾഫി ഉണ്ട്, അതുകൊണ്ടാണ് മൂപ്പർ എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുക. ആ ഒരു സാധനം വേണ്ട. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് മൂപ്പരുടെ ഫാമിലി, അമ്മായിയമ്മയും നാത്തുമാരും ഒക്കെ മൂപ്പരിനെ പറഞ്ഞ് അങ്ങോട്ട് തിരിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പുള്ളി അങ്ങനെ. ആ ഒരു സാധനം, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അസംഷൻസ് ഒന്നും വേണ്ട, എല്ലാം മാറ്റി വെച്ചിട്ട് ഓപ്പൺ അപ്പ് ആവുക. ആളോട് ചോദിക്കുക, നിങ്ങളിങ്ങനെ ആവുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഈ തോട്ട്സ് വരുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് കുറച്ചും കൂടി ടൈം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഓപ്പൺ അപ്പ് ആയിട്ട് ലോയലായിട്ട് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ സോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡ്, ഇതൊരു സൈക്കോളജിക്കൽ ഫാക്റ്റും കൂടെ ഉണ്ടോ, നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡായിട്ട് ഒരു പിണക്കത്തിന് ശേഷം ഇരുന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പിന് ശേഷമൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് കോൾഡ് ഫുഡുകൾ ഒഴിവാക്കുക, തണുത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിട്ട് ഇത്തിരി മൈൽഡ് ആയിട്ടുള്ള ചായ അല്ലെങ്കിൽ അങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കുക. ചൂടുള്ള എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങൾ നിങ്ങൾ പ്രിഫർ ചെയ്യുക കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ബോഡീനെ ഒന്ന് വാം ആക്കി വെക്കാനും ഹസ്ബൻഡ് നിങ്ങൾ നമ്മളൊരു ബോണ്ട് കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും പുറത്ത് എവിടെയെങ്കിലും പോയിട്ടാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഐസ്ക്രീമോ അല്ലെങ്കിൽ ഫലൂഡയോ അല്ലെങ്കിൽ ഷെയ്ക്കോ അതൊന്നും ഓർഡർ ചെയ്യാതെ ഹോട്ടായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങൾ ഓർഡർ ചെയ്ത് ഭക്ഷണം കഴിക്കുക. പിന്നെ ആളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക, കണ്ണിൽ നോക്കി ഇരിക്കാനായിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്യുക, ഓപ്പോസിറ്റ് ഇരിക്കുക, ഭക്ഷണം കഴിക്കാനായിരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വല്ലാതെ ഇൻഫ്ലുവൻസ് ആവും, നിങ്ങൾ പോലും അറിയാതെ മൈൽഡായിട്ട് ഇൻഫ്ലുവൻസ് ആവുന്ന കാര്യങ്ങളാണ്. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഓൾവേസ് ആൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളും ആളും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാവും, ആ ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ, അത് സെറ്റ് ആവും. അപ്പോൾ അത് സെറ്റ് ആവുന്ന സമയത്ത് ബാക്കി കുറേ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫിലോട്ട് വരുമെന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ നമ്മൾ പറയുന്നത് പോലെ തന്നെ എവിടെയെങ്കിലും ഭർത്താവും ഭാര്യയൊക്കെ കുഞ്ഞു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കുറച്ചും കൂടെ ഭർത്താവും ഭാര്യ നന്നായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.